ഇപ്പോൾ ശ്രീ ബെന്നി ജോസഫ് കൂടിയുണ്ട്, ജനപക്ഷം നേതാവ്. ശ്രീ ബെന്നി, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സർക്കാർ എല്ലാ മേഖലയിലും ചെലവ് ചുരുക്കണം എന്നാണ് പറയുന്നത്. ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടി സിദ്ദിഖിന്റെ മുന്നിൽ വെച്ച് ഒരു വിദ്യാർത്ഥി കേരള സർവകലാശാലയുടെ ഒരു ഉത്തരവ് കീറിക്കളയുന്നത് പ്രേക്ഷകരെ ഞങ്ങൾ കാണിച്ചു. കാരണം ഞങ്ങൾ മാത്രം ഇങ്ങനെ ചെലവ് ചുരുക്കിയാൽ മതിയോ, നിങ്ങൾക്കിതൊന്നും ബാധകമല്ലേ എന്ന് അവർ ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ചെലവ് ചുരുക്കാവുന്ന ചിലയിടങ്ങളിൽ ഒന്നാണിത്. ഇൻഷുറൻസ് പരിരക്ഷ, കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ആ തുക അടച്ചാൽ പോലും ഈ പറയുന്നത് പോലെയുള്ള ഒരു ഭാരം ഖജനാവിനുണ്ടാകില്ലല്ലോ. നമസ്കാരം അഭിലാഷേ, നമ്മുടെ രാജു വാഴക്കാല പറഞ്ഞു നിർത്തിയെടുത്തൊന്നു നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ചർച്ച വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ജനാധിപത്യം കശാപ്പ് ചെയ്തു, ജനാധിപത്യത്തിലൂടെ അഴിമതി നടത്തി രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയക്കാരും മാത്രം ജീവിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് ജൂലൈ 25, 2026 ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇന്നലെ ശനിയാഴ്ച ചെറുപ്പക്കാർ, ഞാൻ കൊല്ലങ്ങളായി വർഷങ്ങളായി ഞാൻ പറയുന്നത്, യുവാക്കളെ, വിദ്യാർത്ഥികളെ, ജനാധിപത്യം നന്നാവാൻ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്ന് ന്യൂസ് 18 എടുത്തേക്കണ ഈ വിഷയം ഏത് കൊച്ചു കുഞ്ഞിനും അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. മന്ത്രിമാർ കോടിക്കണക്കിന് രൂപക്ക് ചികിത്സ ചെയ്യുമ്പോൾ അവർക്കൊരു മെഡിക്ലെയിം എടുത്തുകൂടെ? ഇതിന്റെ വില്ലൻ രാജു വാഴക്കാല പറഞ്ഞു നിർത്തുന്നത് ഞാൻ തുടങ്ങാം. ഇതിന്റെ വില്ലൻ, ഇതിലും കിക്ക് ബാക്ക് ഉണ്ട്. കിക്ക് ബാക്ക് എന്താണ്? വലിയൊരു തുക ആശുപത്രിയിലോട്ട് നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുമ്പോൾ IAS ഉദ്യോഗസ്ഥർ മുതൽ സെക്രട്ടറിമാർ മുതൽ പാർട്ടി പ്രസിഡന്റും MLA MP-മാരടക്കം, എല്ലാവരും അടക്കമല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ആൾക്കാർ ഈ ആശുപത്രിയിൽ നിന്ന് പൈസ തിരിച്ചു മേടിക്കും. അതായത് വലിയ വലിയ ആശുപത്രികളിൽ 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ബില്ല് വന്നാൽ 25 ലക്ഷം രൂപ പാർട്ടിക്കോ പാർട്ടിക്കാർക്കോ നേതാവിനോ MLA-ക്കോ വേണ്ട, ഈ പൈസ പാസ്സാക്കുന്ന സർക്കാർ സെക്രട്ടറിമാർക്കോ ഇതിന്റെ കിക്ക് ബാക്ക്, കമ്മീഷൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര പേർ? അതാണ്, അതായത് നമ്മൾ ദിനം പ്രതി ഓരോ വാർത്തകൾ വരുന്നുണ്ട്. ഇവിടെ അവയവ കച്ചവടം പോലെ അതിന്റെ ഏജന്റ് അടിക്കുന്ന കമ്മീഷൻ, ഒരുപക്ഷെ അത്തരത്തിൽ ഈ പലതരത്തിലാണല്ലോ കമ്മീഷൻ തട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ ഗൗരവത്തോടെ നൽകുന്നത്. കാരണം ഓരോ വർഷവും ഏതാണ്ട് 5 കോടി രൂപയ്ക്ക് മുകളിൽ ആണ് ചികിത്സാ ചെലവ് എന്ന നിലയിൽ ഖജനാവിൽ നിന്ന് പോകുന്നത്. അത് മുൻ MLA-മാർക്ക്. MLA-മാരുടെ പട്ടിക പരിശോധിച്ചാൽ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ. ഇത് സ്വാഭാവികമായും തട്ടിപ്പിനുള്ള ഒരു ഇടമായി മാറാം. അതാരും ചോദ്യം ചെയ്യുന്നില്ല. സാധാരണ എല്ലാ പാർട്ടികളിലും പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നതുകൊണ്ട് നിയമസഭയിൽ ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ എന്ന് ഞങ്ങളും പറയുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ പോയി ചികിത്സ തേടുന്ന നിരവധിയായ ജനപ്രതിനിധികളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചില മന്ത്രിമാരടക്കം അത്തരത്തിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു തട്ടിപ്പിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതെ അഭിലാഷേ, നമ്മൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം? ജനാധിപത്യ വിശ്വാസികൾ, ന്യൂസ് 18 ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സ്വയം ചിന്തിക്കുക. സത്യസന്ധതയായ ഒരു വനിതാ ആരോഗ്യമന്ത്രി ഉള്ളപ്പോൾ ആ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് തോർത്ത് മേടിച്ചതിന്റെയും പഴംപൊരി തിന്നതിന്റെയും ബില്ല് പോലും റീഎംബേഴ്സ് ചെയ്തു. അപ്പൊ ഈ പഴംപൊരിക്ക് എത്ര രൂപയാണ്, തോർത്തിന് എത്ര രൂപയാണെന്നൊന്ന് അന്വേഷിക്കേണ്ടി വരും. കാരണം നമ്മുടെയൊക്കെ ടൗല് മേടിക്കണ പോലെ പഴംപൊരി പോലെയല്ല ഇവരുടെ പഴംപൊരി എന്ന് പറഞ്ഞാൽ ഒരു 25 മീറ്റർ ഉണ്ടാവും. ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്നലെ നമ്മുടെ പാറ്റക്കുഞ്ഞുങ്ങൾ, വളരെ സ്നേഹത്തോടു കൂടിയാണ് CJP-നെ പാറ്റക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെല്ലാം കളഞ്ഞ് ഇന്ത്യക്കാരുടെ ജീവിതം നായ നക്കിയെടുത്തെന്നാണ് പാറ്റ നക്കി രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. LDF ആയാലും UDF ആയാലും BJP ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിയും അണികൾക്ക് വേണ്ടിയും മന്ത്രിമാർക്കും വേണ്ടിയാണ് ഇന്ന് നമ്മുടെ നാട് സമ്പാദിക്കുന്നതും നികുതി പിരിക്കുന്നതും. ഒരു നല്ല റോഡോ കാണയോ ജനറൽ ആശുപത്രിയോ മെഡിക്കൽ കോളേജോ ഒന്ന് നന്നാക്കാൻ പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. പക്ഷെ മന്ത്രിമാരുടെ കാര്യങ്ങൾ വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്? അവർക്ക് കാറ് മേടിക്കാൻ, അവരുടെ വീട് പുതുക്കി പണിയാൻ ഒക്കത്തിനും പൈസ, വിദേശയാത്രക്കൊക്കെ പണമുണ്ട്. അപ്പൊ നമ്മളെ വിഡ്ഢികളാക്കുമ്പോൾ ചെറുപ്പക്കാർ ഉണർന്നെഴുതി. ഇന്നലെ ഞാൻ ഉറങ്ങിയ പോലെ അടുത്ത കാലത്ത് 66 വയസ്സായ ബെന്നി ജോസഫ് ഇന്നലെ ഉറങ്ങിയ പോലെ ഞാൻ അടുത്ത കാലത്തൊന്നും ഉറങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ നാട് കൊള്ളയടിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു കാറ്റില്ലാത്ത സൈക്കിളിൽ വരുന്ന ഏതൊരു രാഷ്ട്രീയ നേതാവും 10 കൊല്ലം കഴിയുമ്പോൾ രാഷ്ട്രീയം ഒരു വ്യവസായമല്ല, കൃഷിയല്ല, കച്ചവടമല്ല, ഇവർക്ക് എങ്ങനെ കോടികൾ ഉണ്ടാവണമെന്ന് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങി.
ഏത് മേഖലയിലാണ് കമ്മീഷനും കൈക്കൂലിയില്ലാത്ത? ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ് ഒരു പ്രതീക്ഷ തരുന്നുണ്ട്, വിജയ് ജോസഫ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ VD സതീശനാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് പറയുമ്പോൾ, ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ, നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അഴിമതി ഇല്ലാണ്ട് ഇതൊക്കെ നടത്തണേന്ന്. ഇപ്പൊ 25 ലക്ഷം രൂപക്ക് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് തരുന്നുണ്ട്. 25 ലക്ഷം രൂപക്ക് വിദേശത്തുനിന്ന്, അതായത് ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ ആസ്റ്റർ, ലേക്ക് ഷോർ, അമൃതയിലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൽ വിദേശികൾ ഇവിടെ വന്ന് ചികിത്സിക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാർ ഇത്രയും പൈസ മുടക്കി ജർമ്മനിയിലും അമേരിക്കയിലും പല്ലിന്റെ ഊട്ടയടക്കാൻ ലണ്ടനിലും പോകുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തിനോട്, സാധാരണക്കാരനോടുള്ള വെല്ലുവിളിയല്ലേ അഭിലാഷേ? യെസ്, അതാണ് അത്തരം ബില്ലുകൾ ഉൾപ്പെടെ കൈപ്പറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.